ആദ്യത്തെ 100 റാങ്കിൽ പ്രതീക്ഷ പറഞ്ഞതുപോലെ 21 പേരാണ് സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ളത്. 79 പേര് CBSE സിലബസിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു കണക്ക്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ 5000 റാങ്കിലാണ്. അതിൽ 1796 പേർ കേരള സിലബസിലും 2960 പേർ CBSE സിലബസിലും 244 പേർ മറ്റ് സിലബസിൽ ഉള്ളവരുമാണ്. അതാണ് ഈ 5000 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിവരം. എന്തായാലും ഇപ്പോൾ അതിൻ്റെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ്, അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പഴയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയിരുന്നു. അതിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ സമർപ്പിച്ചു ഡിവിഷൻ ബെഞ്ചും അത് നിരാകരിച്ചു. ഇപ്പോഴും പഴയ ലിസ്റ്റ് അല്ലെങ്കിൽ പഴയ റാങ്ക് ലിസ്റ്റിലേക്ക് തിരികെ വരുന്നു. അതിപ്പോൾ സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ വന്നുവെങ്കിലും സമയം ഏറെ വൈകിയതുകൊണ്ട് അത്തരം നിയമ പോരാട്ടങ്ങൾക്കില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ അറിയിച്ചത്. ഈ വെയിറ്റേജ് ആണ് പ്രശ്നമായത്. അത് കോടതിക്ക് അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പരീക്ഷ ഒരു മത്സര പരീക്ഷയാണ്. അതിൻ്റെ ഫലം പ്രഖ്യാപനത്തിന് മുമ്പ് പരീക്ഷ നടത്തിക്കഴിഞ്ഞ് പ്രോസ്പെക്ടസിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അതിൻ്റെ അന്തസ്സത്തെ ബാധിക്കുമെന്നത് കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. അത് ആണ് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ എടുത്തു പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതാണ്. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവേശന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അപ്പോൾ സമയം വൈകി എന്നതുകൊണ്ടാണ് അതിൽ ഇനി കൂടുതൽ നിയമ നടപടികൾക്കൊന്നും പോകാത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തു. തുടർ നടപടികൾ വേഗത്തിലാക്കണം. വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ ഈ അഡ്മിഷൻ നടപടികൾ ആ പ്രോസസ്സ് പൂർത്തീകരിക്കാൻ. അതുകൊണ്ട് അതിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇനി എന്തൊക്കെ എന്നതിൻ്റെ തീരുമാനങ്ങളാണ് വരാനിരിക്കുന്നത്. അതിലേക്കാണ് ഇനിയിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത്.